നമസ്കാരം കൂട്ടുകാരെ, ഞാൻ പീറ്റർ ചോളു. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അതായത് 13/6/2025 വെള്ളിയാഴ്ച രാവിലെ റബ്ബർ വില നോക്കുമ്പോൾ 50 പൈസയാണ് RSS 5-ൽ കൂടിയിരിക്കുന്നത്. റബ്ബർ വില നോക്കുമ്പോൾ റബ്ബർ വില കോട്ടയം ബോർഡ് വില RSS 4 കിലോ 197, RSS 5 കിലോ 194, ISNL കിലോ 175 രൂപ 50 പൈസയാണ്. ലാറ്റക്സ് 60% DRC ഉള്ള 141 രൂപ 60 പൈസയാണ്. ഇതാണ് കോട്ടയം ബോർഡ് വില. ഇനി കൊച്ചി വില നോക്കുമ്പോൾ RSS 4 കിലോ 197, RSS 5 കിലോ 194 ആണ്. ഇനി കേരളത്തിലെ മറ്റിനം ഗ്രെയിൻ ഷീറ്റ് നോക്കുമ്പോൾ ലൂസ് കിലോ 187 രൂപ 50 പൈസയും ലോട്ട് കിലോ 176 മുതൽ 181 രൂപയാണ്. ഈ ഒട്ടുപാൽ നോക്കുമ്പോൾ 80% DRC ഉള്ള ഒട്ടുപാൽ കിലോ 130, 60% DRC ഉള്ള ഒട്ടുപാൽ കിലോ 97 രൂപ 50 പൈസയുമാണ്. കേരളത്തിലെ വ്യാപാരി വില നോക്കുമ്പോൾ വ്യാപാരി വില കോട്ടയം RSS 4 കിലോ 189, RSS 5 കിലോ 186, ISNL 20 171 മുതൽ 171 രൂപ 50 പൈസയാണ്. ഒട്ടുപാൽ നോക്കുമ്പോൾ 70% DRC ഉള്ള ഒട്ടുപാൽ കിലോ 110 മുതൽ 120 രൂപയാണ്. ഇന്നത്തെ വിലയിൽ വ്യാപാരി വിലയിൽ RSS 5 50 പൈസയാണ് വർദ്ധിച്ചിരിക്കുന്നത്. മിക്ക ആൾക്കാരും ടാപ്പിങ്ങിന് ഇറങ്ങിയില്ല. കാരണം അതിശക്തമായ മഴ പെയ്യുകയാണ്. കൂടെ ഒരു 5 മിനിറ്റ് മഴ പെയ്ത് ഉടനെ അങ്ങ് നിൽക്കുകയാണ്. ആ മഴയിൽ തന്നെ നല്ല വെള്ളമാണ് ഭൂമിയിൽ പതിക്കുന്നത്. കേരളത്തിലെ മറ്റ് വിലകൾ നോക്കുമ്പോൾ തേങ്ങ ചകിരിയില്ലാത്ത മുട്ടത്തേങ്ങ കിലോ 88, വെളിച്ചെണ്ണ മില്ലിലെ നാടൻ വെളിച്ചെണ്ണയ്ക്ക് ലിറ്റർ 400, കശുവണ്ടി 116, കാഞ്ഞിരക്കുരു 1850, ഏഴക്കയർ 10, കരിപ്പോട്ടി 10 മുതൽ 15 രൂപയാണ് ഒരു പിടിക്ക്. ജാതിക്ക തൊണ്ടോട് കൂടി 220, അടയ്ക്ക പുതിയത് 350 മുതൽ 400, പഴയത് 360 മുതൽ 420, ഗ്രാമ്പു 800 കൊപ്ര എടുത്തപടി 220. ഇനി കുരുമുളക് വില നോക്കുമ്പോൾ കുരുമുളക് ഗാർബിൾഡ് കിലോ 686, കുരുമുളക് പുതിയത് കിലോ 656, കുരുമുളക് അൺഗാർബിൾഡ് കിലോ 666. കേരളത്തിലെ സ്വർണ്ണവില നോക്കുമ്പോൾ സ്വർണം 1 ഗ്രാം 22 ക്യാരറ്റ് 9100, ഒരു പവൻ 72,800. അതേസമയം 24 ക്യാരറ്റ് 1 ഗ്രാം 9928, ഒരു പവൻ 79,424. സ്വർണം വാങ്ങിക്കാൻ പോകുമ്പോൾ സ്വർണത്തിൻ്റെ പരിസ്ഥിതി ഉറപ്പാക്കി വാങ്ങിക്കാൻ ശ്രമിക്കുക. ലോകത്തെ നടുക്കിയ ഒരു സംഭവം തന്നെയായിരുന്നു വിമാന ദുരന്തം അഹമ്മദാബാദിൽ നടന്നത്. പ്രതീക്ഷകളെല്ലാം അറ്റുപോയി. 290ഓളം ആൾക്കാരാണ് അതിൽ മരിച്ചത്. എത്ര ക്ഷണികമാണ് ജീവിതം എന്ന് തെളിയിക്കുന്ന ഒരു മഹാദുരന്തം കൂടി ഓർക്കാൻ കൂടി കഴിയുന്നില്ല. ടേക്ക് ഓഫിന് തൊട്ടു മുമ്പ് അതിൽ എത്രയോ പേർ തങ്ങളുടെ മക്കളെയും ഭാര്യയെയും കുട്ടികളെയും പോയിട്ട് വരട്ടെ എന്ന് പറഞ്ഞത് ദുരന്തത്തിൽ അവസാനിക്കുമെന്ന് ആരും വിചാരിച്ചില്ല. പൊലിഞ്ഞ ജീവനുകൾക്ക് വേണ്ടി ഈ നിമിഷം പ്രാർത്ഥിക്കാം. ഈ വീഡിയോ ഇത്രയും സമയം ക്ഷമയോടെ കണ്ടതിൽ വളരെയധികം നന്ദി. പൊലിഞ്ഞ ജീവനുകൾക്ക് വേണ്ടി വീണ്ടും നമുക്ക് പ്രാർത്ഥിക്കാം.